Hi dear friends, this is Vijay Cairo here. Today I am going to take a very important session. Nowadays kids, adults, old age people mostly having severe pain like this. Radiating pain to the hand, shoulder pain as well as pain here in the neck and trapezius portion, scapula apical portion. Whenever they wake up early morning, heaviness in the head and unnecessary anger. All the time unnecessary anger. Dear friends, this is Vijay Cairo here. നമ്മുടെ ഒരു കാര്യം ഇന്ന് സ്പെഷ്യലി ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്ന ഈ കൊച്ചിൻ്റെ കൂടെ. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഇവിടെ തൊട്ടമല്ലാണ്ട് നമുക്ക് നല്ല പെയിൻഫുള്ളാണ്. ഞാൻ ഇവിടെ നല്ല പെയിൻഫുള്ളാണ്. ഇതുപോലെ വേദന ഇവിടെ വേദന, കൈക്ക് തെരിപ്പ് പെരുപ്പ്, ഈ മുതുത്താണ് ഇവിടെ ഈ ചൂണ്ട കുത്തി വലിക്കുന്ന പോലെ വേദന, ദേഷ്യം പറഞ്ഞാൽ ചോദിക്കേണ്ട തൊട്ട മതി കടിക്കാൻ വരും, അതുപോലെ തന്നെ ദേഷ്യം. ഇതെല്ലാം വരുന്ന കാരണം ഇന്നത്തെ കാലത്താണ് നമ്മൾ അൺനെസസറി ആവശ്യമില്ലാത്ത ഉപയോഗിക്കുന്ന മൊബൈൽ. ഈ ദാടി നമ്മൾ ഇവിടെ നെഞ്ചലോട്ട് എങ്ങനെ കൊണ്ടുവന്ന് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും. അതും 10 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ 1 മണിക്കൂർ ഇല്ല, നമ്മൾ 3 മണിക്കൂർ 4 മണിക്കൂർ രാവിലെ ഇന്ന വൈകുന്നേരം കണ്ടത് മൊബൈലിൽ കുത്തിയിരിക്കുന്നത്. ഇതിന്റെ കാരണമാണ് ഈ പ്രശ്നം പ്രയാസം വരുന്നത്. ഇതിന്റെ പരിഹാരം പറഞ്ഞാൽ ഒട്ടേറുണ്ട്. നമ്മൾ ഈ ദാടി ചിൻ ടു ദ ചെസ്റ്റ്, കാരണം എങ്ങനെ കൊണ്ടുവന്ന് കുത്തണ്ട, എങ്ങനെ എഴുതണ്ട, വായിക്കണ്ട, പഠിക്കണ്ട, കഴിക്കണ്ട. ഈ ദാടിക്കകത്ത് ഈ നെഞ്ചിക്കകത്ത് മിനിമം 4 ഫിംഗർ ഗ്യാപ്പ് വേണം. നമ്മളെ ലോഗോ ആണ് VC, വിജയ് കൈറോ. അതുപോലെ തന്നെ നമ്മൾ ഇത് ടൂളാണ്, VC ടൂളാ പറയുന്നത് നമ്മൾ. സോ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇതിനെ ഇവിടെ ഇങ്ങനെ പിടിക്കുക. വി ആർ ഹോൾഡിംഗ് ലൈക്ക് ദിസ്. നൗ വി ആർ ട്രൈങ് ടു ബ്രിങ് ചിൻ ടു ദ ചെസ്റ്റ്. നമ്മൾ ഈ ദാടിനെ നെഞ്ചിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ പോകത്തില്ല, ലോക്കായി. സോ ഓൾവേസ് കീപ് ദിസ് ഇൻവിസിബിൾ VC ടൂൾ. ഇത് നമുക്ക് കാണാത്ത രീതിയിലുണ്ട്, എപ്പോഴും പിടിച്ചു വയ്ക്കുന്ന ആവശ്യമില്ല. പക്ഷെ ഇത് നമ്മൾ ഓർത്ത് വയ്ക്കണം, നമ്മുടെ കഴുത്തിക്കകത്ത് ഈ VC ടൂൾ പറഞ്ഞ സംഭവം ഉണ്ട്. എന്ത് ചെയ്താലും ഈ ദാടി നെഞ്ചിലൊത്ത് കൊണ്ടുപോകാതെ വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കഴുത്തിന് റിലേറ്റഡ് ബ്രേക്കിയൽ നർവ്സ് കംപ്രഷൻസ് ഈ പ്രശ്നങ്ങൾ വരത്തില്ല. ഞാൻ ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കാൻ ഒരു വാച്ച് നോക്കി 2 സെക്കൻഡ് പിടിക്കും. ഈ കഴുത്തിന്റെ അലൈൻമെന്റ് മാറിപ്പോകും നമ്മൾ അൺനെസസറി എങ്ങനെ ചെയ്യുമ്പോൾ. നമ്മുടെ നോക്കാം, ഇതാണ് ഈ കൊച്ചിന്റെ ഇപ്പോഴത്തെ ഞാൻ വേദന, നമ്മൾ വലിയ വേദനയില്ല, ഇവിടെ നല്ല വേദന, കൈ എങ്ങനെ കൊണ്ടുവരുന്നത്, ഇവിടെ നല്ല പെയിൻഫുൾ, സെയിം പെയിൻഫുൾ. ഒരു 2 ക്ലിക്ക് എല്ലാവരും 2 ക്ലിക്ക് നമുക്ക് കാണാം. പാലകച്ചേക്കാം, നല്ല കഴുത്തിൽ കൂതാക്കിയിട്ട് റിലാക്സ്. ഇപ്പൊ മനസ്സിലാവും. ഈ സൈഡിൽ ചെയ്യുമ്പോൾ 1 ടക്ക്, ഈ സൈഡ് ചെയ്യുമ്പോൾ ടക്ക് 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 2 മിനിറ്റ് മാറിപ്പോയി. What I am saying, when I manipulated this side, there was only 1 tuck. When I manipulated this side, there was multiple puffs. Tuck, 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 tuck. It means neck was misaligned. Now we will check the same earlier, the painful portion. Now we will ask with this sister, she is having the same pain or not. ഇവിടെ ഞാൻ കുത്തി നോക്കട്ടെ, വേദന കുറഞ്ഞു, ഇവിടെ കൈ വെച്ചു, വീടല്ലേ, ഞാൻ തള്ളി കൊടുക്കട്ടെ, പെയിൻ കുറഞ്ഞു. So pain is suddenly reduced. The same way here, pain is suddenly reduced. What happened? The neck is aligned. So dear friends, elders, please avoid your chin to the chest like this while using mobile, eating, reading, writing, anything. This kind of problems never happen. And you can do neck isometric exercise if you are professional like computer engineers, office assistant, bankers, dentists, surgeons.
mostly people they do the work in this manner, so there will be problem in the neck and it will start reducing. Please, dear friends, we'll come back very soon. Till then, take care. Bye bye. Thank you.